ജയ് മോഹൻജി. ഗുരുപാതയുടെ മറ്റൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുബായിലുള്ള നിഷ ചേച്ചിയുടെ ഒരു അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒരു ആസ്ട്രൽ ട്രാവൽ അനുഭവമാണ് ഇത്. ഗുരുവിനോടൊപ്പം ഒരു കൈലാസയാത്ര. 2023 മോഹൻജിയുടെ നേതൃത്വത്തിൽ കൈലാസയാത്ര ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് കൈലാസം ഒരു വികാരമാണ്. അവിടെ പോകണമെന്നുള്ളത് വലിയ ഒരു ആഗ്രഹമാണ്. അത് മോഹൻജിയുടെ ടീമിൻ്റെ കൂടെ ആകുമ്പോൾ അതിൽ പരം ഒരു സന്തോഷം വേറെയില്ല. അങ്ങനെ ഞാൻ കൈലാസയാത്രയ്ക്കുള്ള പേരൊക്കെ കൊടുത്തു. ഓരോ നിമിഷവും ഭഗവാനെയും മോഹൻജിയെയും മഹാദേവനെയും പാർവതീദേവിയെയും പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൂവളത്തിലയും തെച്ചിപ്പൂവും ഒക്കെ എടുത്ത് ഞാൻ കൈലാസത്തിൽ പോകുന്നതും അവിടെ കൈലാസത്തിന് വലം വെച്ച് 4 ദിക്കിലും ബാബയെയും മോഹൻജിയെയും ഗണപതി ഭഗവാനെയും നമസ്കരിച്ചിട്ട് കൈലാസനാഥന് കൂവളത്തിലയും ദേവിക്ക് തെച്ചിപ്പൂവും സമർപ്പിക്കുന്നതായി സങ്കല്പിക്കും. ഇത് ഞാൻ മുടങ്ങാതെ ചെയ്യുമായിരുന്നു. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും കർപ്പൂര ഗൗരം പാടി മോഹൻജിക്ക് വലം വെച്ച് കാല് തൊട്ട് നമസ്കരിക്കുന്നതായും സങ്കല്പിച്ചു. എനിക്കവിടെ പോകാൻ പറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിൽ നിന്നും എനിക്ക് കൈലാസയാത്രയ്ക്ക് അനുമതിയില്ലായിരുന്നു. കാരണം അവർക്ക് ഭയമായിരുന്നു. കൈലാസത്തിൽ പോകുന്നത് സന്യാസം സ്വീകരിക്കാനാണെന്നും അപകടങ്ങൾ സംഭവിക്കുമെന്നും ഒക്കെയുള്ള മിഥ്യാധാരണകൾ ആയിരുന്നു അതിന് കാരണം. വീട്ടുകാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെയാണ് ഞാൻ കൈലാസയാത്രയ്ക്ക് പേര് കൊടുത്തത്. ഞാൻ പോകും, എനിക്ക് പോയേ പറ്റൂ എന്നുള്ള എൻ്റെ വാശിക്ക് മുന്നിൽ ഒടുവിൽ അവർ സമ്മതിച്ചു. പക്ഷേ ജ്യോത്സ്യരെ കണ്ട് ജാതകമൊക്കെ നോക്കി സമ്മതം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ യാത്രയ്ക്ക് പണമടയ്ക്കേണ്ട സമയമായി. അതിനിടയിൽ അമ്മയുടെ മെസ്സേജ് വന്നു. ജ്യോത്സ്യരെ കണ്ടെന്നും ഞാനിപ്പോൾ പോയാൽ അസുഖങ്ങൾ വരുമെന്നും അവിടെ വരെ എത്തില്ലെന്നും ഇനിയും അവസരങ്ങൾ വരുമല്ലോ അപ്പോൾ പോകാമെന്നുമായിരുന്നു അത്. അതുപോലെ മോഹൻജി നേപ്പാൾ വരെ വരുന്നുള്ളൂ എന്നും തുടർന്നുള്ള കൈലാസയാത്രയിൽ ഉണ്ടാവില്ലെന്നും അറിഞ്ഞു. ഞാൻ ജ്യോത്സ്യൻ പറഞ്ഞത് ഒന്നും കാര്യമാക്കാതെ മോഹൻജി ഉണ്ടല്ലോ, എല്ലാം മോഹൻജി തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ ആഗ്രഹങ്ങളെ മോഹൻജിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചു. ദിവസങ്ങൾ കഴിയുന്തോറും എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പോയേ പറ്റുള്ളൂ എന്ന വാശി ഒന്ന് കുറഞ്ഞു. അങ്ങനെ ഒരു ദിവസം മെയ് 2, 2023 ക്രിയയൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് കിടന്നു. പക്ഷേ ഉറങ്ങിയിട്ടില്ലായിരുന്നു. പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ ഒരു മരവിപ്പ് പോലെ വന്നു. ഞാൻ കാണുന്നത് ഏതോ ഒരു സ്ഥലം. കുറേ കടകളൊക്കെ ഉണ്ട്. അടുത്തായി സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രം എന്ന് തോന്നിക്കുന്ന മുന്നിൽ മയിലിൻ്റെ പ്രതിമയുള്ള ഒരു ക്ഷേത്രം. അതിൻ്റെ മുന്നിൽ കുറേ സ്ത്രീജനങ്ങൾ സഹസ്രനാമമോ മറ്റോ പാരായണം ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെയുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. അതിനടുത്തായി മറ്റൊരു ചെറിയ ക്ഷേത്രം കണ്ടു. അവിടെ കൂടി നിന്നിരുന്നവർ അയ്യപ്പ എന്ന് വിളിച്ചിരുന്നതിനാൽ അതൊരു അയ്യപ്പ ക്ഷേത്രമാണെന്ന് മനസ്സിലായി. അവിടെ തൊഴുതിട്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ടപ്പുറത്തെ തന്നെ ഒരു ദേവീക്ഷേത്രം കണ്ടു. ഞാൻ അകത്തേക്ക് കയറാതെ വെളിയിൽ നിന്ന് തന്നെ ദേവിയെ തൊഴുതു. എന്നെ ഞാൻ കാണുന്നത് ഒരു 60 വയസ്സുള്ള മെലിഞ്ഞ് ഇരുനിറമുള്ള സ്ത്രീയായിട്ടാണ്. നീളൻ മുടി കെട്ടിവെച്ചിരിക്കുന്നു. കൈലിയും തോർത്തുമാണ് എൻ്റെ വേഷം. എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഞാൻ ചുരുട്ടിപ്പിടിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ അവിടെ താഴെ ഒരു 10 രൂപ നോട്ട് കിടക്കുന്നു. ഞാൻ അതെടുത്ത് അമ്പലത്തിൻ്റെ ഭണ്ഡാരത്തിൽ ഇട്ടു. ചുറ്റുമുള്ള കടയിലെ കച്ചവടക്കാരൊക്കെ നല്ല രീതിയിൽ എന്നോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്തോ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങുകയും ചെയ്തു. എൻ്റെ വീട് അതിനടുത്തു തന്നെ ഒരു ആറിൻ്റെ തീരത്തുള്ള ഒരു കുടിലാണ്. ഞാനും എൻ്റെ ഭർത്താവും മാത്രമാണ് അവിടെ താമസം. പിന്നീട് ഞാൻ കാണുന്നത് ഗർഭിണിയായ ഞാനും എൻ്റെ ഭർത്താവും ഒരു കുളത്തിൻ്റെ കരയിൽ ഇരുന്ന് കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നതാണ്. ഞാൻ കൈക്കുമ്പിളിൽ കുളത്തിലെ വെള്ളമെടുത്തു. അതിൽ കുറേ കുഞ്ഞു പരൽ മീനുകൾ ഉണ്ടായിരുന്നു. ഞാൻ അവയെ അവിടെയുള്ള ഒരു കല്ലിന് മുകളിലേക്ക് വെച്ചു. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, ജീവികളെ കൊല്ലാൻ പാടില്ല, അവയെ തിരിച്ച് വെള്ളത്തിലേക്ക് വിടൂ എന്ന്. ഞാൻ ഉടനെ തന്നെ ആ മീനുകളെയെല്ലാം തിരികെ വെള്ളത്തിലേക്ക് വിട്ടു. അടുത്തതായി ഞാൻ കേൾക്കുന്നത് ആരോ എന്നോട് ചോദിക്കുന്നു, നിഷ, ഡു യു വാണ്ട് ടു കം വിത്ത് മീ? ഞാൻ യെസ് എന്ന് പറഞ്ഞിട്ട് കുളത്തിലേക്ക് ചാടി. എനിക്ക് നീന്തൽ അറിയില്ല. മുങ്ങിപ്പോകുമോ എന്നുള്ള പേടി ഒന്നുമില്ലാതെയാണ് ഞാൻ ചാടിയത്. പെട്ടെന്ന് എൻ്റെ നെറ്റിത്തടം ഭയങ്കരമായി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാൻ കാണുന്നത് അറ്റം കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു തുരങ്കത്തിൽ കൂടി ഞാൻ റോക്കറ്റിനേക്കാൾ വേഗത്തിൽ പോകുന്നതാണ്. എനിക്ക് ശരീരമില്ല. ഞാൻ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ആദ്യം കുറേ കറുത്ത മേഘങ്ങളെ തട്ടി നീങ്ങി, പിന്നീട് പഞ്ഞിക്കെട്ട് പോലുള്ള വെളുത്ത മേഘങ്ങളെ താണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ പോകുന്ന സമയത്തെല്ലാം എന്നോട് വരാൻ പറഞ്ഞ ഒരാൾ എൻ്റെ കൂടെയുണ്ട്.
അതുപോലെ തന്നെ ഒരു ഡിവൈൻ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കും കേൾക്കുന്നു. വീണ്ടും പോയിക്കൊണ്ടിരുന്നപ്പോൾ ആരോ ചെയ്യിപ്പിക്കുന്നത് പോലെ മുകളിലേക്ക് നോക്കിയപ്പോൾ പച്ച നിറത്തിലുള്ള ക്രിസ്റ്റൽസ്, വീണ്ടും കറുപ്പ് മേഘങ്ങൾ, പിന്നെ വെള്ളമേഘങ്ങൾ, മുകളിലേക്ക് നോക്കുമ്പോൾ ചുവന്ന നിറം, പിന്നെ പർപ്പിൾ നിറം, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല തണുപ്പും ഭയങ്കര വൈബ്രേഷനും കൂടി വന്നപ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി. എൻ്റെ കൂടെയുള്ള ആളോട് എനിക്ക് പോകണം എന്ന് പറഞ്ഞു. വീണ്ടും വേഗത്തിൽ പോയി അവസാനം വന്നു നിന്നത് ഒരു വലിയ മഞ്ഞുമലയുടെ മുന്നിൽ. സൂര്യപ്രകാശം തട്ടിയിട്ടാണോ എന്നറിയില്ല, അതിൻ്റെ അറ്റം നല്ല പിങ്ക് നിറത്തിൽ തിളങ്ങി നിന്നു. ഇത്രയും ഭംഗി ഞാൻ കണ്ടിട്ടേയില്ല. അവിടെ നിന്ന് കഴിഞ്ഞതും പെട്ടെന്ന് വന്നതിനേക്കാൾ വേഗത്തിൽ പിറകിലേക്ക് ഒരു പോക്കാണ്. ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് തിരിച്ചു വന്നു. ആ അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ പോകുന്ന ഒരു കാർ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇനേർഷ്യ പോലെ കട്ടിലിൽ കിടന്നിരുന്ന എൻ്റെ ശരീരം ഒരു വശത്തു നിന്നും മറ്റേ വശത്തേക്ക് തെന്നി നീങ്ങി ഭിത്തിയിൽ ഇടിച്ച് താഴെ വീണു. എൻ്റെ കൈ ഒടിഞ്ഞോ എന്ന് പോലും ഞാൻ ഭയന്നു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ശരീരത്തിലെ പെരുപ്പൊക്കെ മാറി കണ്ണു തുറക്കാൻ പറ്റി. അപ്പോൾ ഞാൻ കാണുന്നത് ഞാൻ എങ്ങനെയാണോ കിടക്കാൻ പോയത് അതേ പൊസിഷനിൽ തന്നെ കിടക്കുന്നതാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ മുഴുവൻ അവസാനമില്ലാത്ത സ്നേഹം, സമാധാനം, ശാന്തി ഒക്കെയാണ് ഞാൻ അനുഭവിച്ചത്. പക്ഷേ ആരാണ് എൻ്റെ കൂടെ വന്നത് എന്നൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ എനിക്കെന്തെങ്കിലും മാനസിക പ്രശ്നമാണെന്ന് ധരിക്കുമെന്ന് കരുതി ഞാൻ ആരോടും ഇതൊന്നും പറഞ്ഞില്ല. മോഹൻജി ആചാര്യ പത്മിനിജിയോട് പിന്നീട് ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ യു ആർ ബ്ലസ്ഡ് എന്നാണ് പറഞ്ഞത്. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ മിലിറ്റ്സ ദുബായിൽ വന്നിരുന്നു. അവിടെ ബ്ലോസംസ് ഓഫ് ലവ് എന്ന മെഡിറ്റേഷൻ മിലിറ്റ്സ നടത്തി. അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ കേട്ട മ്യൂസിക് ഞാൻ ആ ആളുടെ കൂടെ സഞ്ചരിച്ചപ്പോൾ കേട്ട അതേ മ്യൂസിക് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ വിളിച്ചതും എൻ്റെ കൂടെ വന്നതും മോഹൻജി ആയിരുന്നു. പിന്നീട് ഞാനിത് പ്രീതി ദുഗൽജിയോട് പറഞ്ഞപ്പോൾ പ്രീതി ദുഗൽജി പറഞ്ഞു, നിഷ കൈലാസത്തിലാണ് പോയത്. മോഹൻജി നിഷയുടെ ആഗ്രഹം സാധിച്ചു തന്നതാണ്. നിഷയ്ക്ക് ആഗ്രഹം മോഹൻജിയുടെ കൂടെ കൈലാസത്തിൽ പോകണമെന്നായിരുന്നില്ലേ? അത് സാധിച്ചു തന്നതാണ് മോഹൻജി. യു ആർ ബ്ലസ്ഡ്. അങ്ങനെ മോഹൻജി എന്നെ കൈലാസത്തിൽ കൊണ്ടെത്തിച്ചു. കുറേ നാളുകൾക്ക് ശേഷം മോഹൻജിയുടെ ബാബ എന്നൊരു ബുക്ക് പ്രസിദ്ധീകരിച്ചു. ആ ബുക്കിൻ്റെ കവർ പേജിൽ കൈലാസത്തിൻ്റെ പടമാണ്. അതേ മൗണ്ടൻ്റെ മുമ്പിലാണ് മോഹൻജി എന്നെ കൊണ്ടുപോയി നിർത്തിയത്. കൈലാസ് വിത്ത് മോഹൻജി എന്ന ബുക്കിൽ മോഹൻജി എഴുതിയിട്ടുണ്ട്, കൈലാസത്തിൻ്റെ ചില ഭാഗങ്ങൾ ക്രിസ്റ്റൽ ആണെന്ന്, കൈലാസത്തിൻ്റെ വടക്കു ഭാഗം. അതൊക്കെ എന്നെ പതിയെ മനസ്സിലാക്കി തരികയാണ് ഗുരു ചെയ്തത്. എൻ്റെ ഗുരു തന്നെ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. ഇതിൽ പരം ഒരു ഭക്തിക്ക് എന്താണ് വേണ്ടത്? ഗുരു കൂടെയുണ്ട്, നമ്മൾ വിളിക്കുന്ന ഓരോ വിളിയും കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തന്നു. എൻ്റെ ബാബയോട് എൻ്റെ അഗാധമായ നന്ദി.